മൈ ഡിയർ ഫ്രണ്ട്സ്, നമുക്ക് ഒരു 3-4 സാധനം കൊണ്ട് ഒരു കേക്ക് പോലെ ഉണ്ടാക്കാം. എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? ഞാൻ ഓരോന്നോരോന്ന് പറഞ്ഞു തരാം. അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. ശോശാമ്മ കിച്ചൺ ഫുഡ് ചാനൽ കേരളം ബൈ ശോശാമ്മ. ഇത് കണ്ടോ, കൊക്കോക്കായ. കൊക്കോക്കായ ആദ്യം അതിൻ്റെ പരിപ്പ് എടുത്തിട്ട് അരച്ചെടുക്കുക. അതാ ഞാൻ അരച്ചെടുത്തു, കണ്ടോ, അരച്ചെടുത്ത് അതിൻ്റെ കൂടെ മാവും കൂടെ ചേർത്ത് എടുത്തത്. ഇത് ക്യാരറ്റ് അടിച്ചെടുത്തത്. ഇത് ബീട്രൂട്ട്. ഇത് ചീര, പച്ചച്ചീര അടിച്ചെടുത്തത്. എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു കേക്ക് പോലെ ഞാൻ ഇത് പുഴുങ്ങിയെടുത്ത് നമുക്കിനി ചുട്ടെടുക്കാം. ചുട്ടെടുക്കുമ്പോൾ ഞാൻ കാണിക്കാം. അപ്പം പുഴുങ്ങിയെടുത്ത് എങ്ങനെ ഉണ്ടെന്ന് അറിയണ്ടേ? കണ്ടോ നല്ല സൂപ്പർ എന്ന് പറഞ്ഞാലും പോരാത്ത നല്ല സൂപ്പർ കേക്ക് ഉണ്ടാക്കി. നമുക്ക് വീട്ടിലുള്ള സാധനം കൊണ്ട് ഉണ്ടാക്കാം ഇതൊക്കെ. ഈ കൊക്കോക്ക പൊട്ടിച്ചെടുക്കുക, എന്നിട്ട് അതൊന്ന് അരച്ചെടുക്കുക. എന്നിട്ട് അതിൻ്റെ കൂടെ കുറച്ച് നമ്മൾ കേക്കിന് ഉണ്ടാക്കുന്ന മൈദപ്പൊടിയോ മുട്ടയെല്ലാം കൂടെ ചേർത്ത്, എണ്ണയെല്ലാം കൂടെ ചേർത്ത്, പഞ്ചസാര എല്ലാം കൂടെ ചേർത്ത് അടിച്ചെടുക്കുക. ഒരു ക്യാരറ്റും ഉണ്ടോ, അതും അതുപോലെ അടിച്ചെടുത്ത്. കേക്ക് എല്ലാവർക്കും അറിയാമല്ലോ, അതിൻ്റെ മാവ് അതിൽ ചേർക്കുക. കളറൊന്നും ചേർക്കണ്ട. അപ്പോൾ നല്ല ബീട്രൂട്ടിൻ്റെ. ഇത് ക്യാരറ്റും അതുപോലെ അടിച്ചെടുത്തിട്ട് ആക്കാം. ഇത് ചീര, പച്ചച്ചീര അടിച്ചെടുത്തത്. ഞാനത് എല്ലാം എടുത്ത് അരച്ചെടുക്കുമ്പോൾ അതാ ഇതുപോലെ ഉണ്ടാകും ചീര. അത് വെന്ത് വരുമ്പോൾ ദാ ഈ കളറ്. അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. ശോശാമ്മ കിച്ചൺ. നമ്മുടെ വീട്ടിലുള്ള സാധനം കൊണ്ട് കേക്ക് ഉണ്ടാക്കിയ കളറില്ലാത്തൊരു കേക്ക്. എല്ലാവരും കളറൊക്കെ ചേർത്തല്ലേ ഉണ്ടാകും. ഞാൻ ഒരു കളറും ചേർത്തിട്ടില്ല. നമ്മുടെ വീട്ടിലെ സാധനങ്ങൾ തന്നെ. കൊക്കോക്ക ആദ്യം അടിച്ചെടുക്കുക. നമ്മുടെ പറമ്പിലുണ്ട് കൊക്കോക്ക, ക്യാരറ്റ്, ബീട്രൂട്ട്, ചീര ഇഷ്ടംപോലെ നമ്മുടെ പറമ്പിലുണ്ട്. അതെല്ലാം കൊണ്ട് നമുക്ക് ഈ സാധനങ്ങൾ ഇഷ്ടമില്ലാത്തവർക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർ കഴിച്ചോളും. നമുക്ക് പുതിയ പുതിയ ഓരോ കണ്ടുപിടുത്തങ്ങളും കണ്ടുപിടിക്കാം. അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ശോശാമ്മ കിച്ചൺ ഫുഡ് ചാനൽ കേരളം ബൈ ശോശാമ്മ. കണ്ടോ, കൊക്കോക്ക അടിച്ചെടുത്തിട്ട് കണ്ടോ, അതും മാവും കൂടെ ചേർത്തിട്ട് അടിച്ചെടുത്തതാണ്. മൈദപ്പൊടി, മുട്ട, എണ്ണ എല്ലാം കൂടെ ചേർത്തിട്ട് അടിച്ചെടുത്തതാണ്. ഇത് ബീട്രൂട്ട്, അതുപോലെ തന്നെ. ഇത് ക്യാരറ്റ് അടിച്ചെടുത്തത്. ഇത് ചീര. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ചാനൽ മറക്കണ്ട. ശോശാമ്മ കിച്ചൺ. വീട്ടിലുള്ള സാധനം കൊണ്ട് നമുക്ക് കളറൊന്നും ചേർക്കാതെ ഒരു കേക്ക് ഉണ്ടാക്കാം. കണ്ടോ, നല്ല സൂപ്പർ എന്ന് പറഞ്ഞാലും പോരാതെ നല്ല സൂപ്പർ കേക്ക് പൊളിച്ചെടുക്കാം. എല്ലാം പൊളിച്ചെടുത്താലും അങ്ങനെ തന്നെ, ഓരോന്നിനോരോ കൊക്കയുടെ കണ്ടോ. കണ്ടോ, നല്ല സൂപ്പ്. കണ്ടോ, നല്ല സ്പോഞ്ച് പോലുള്ള കേക്ക്. കണ്ടോ, എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തിന്നിട്ടും നല്ല രുചി. കൊക്കോക്കയൊക്കെ നമ്മുടെ ഇവിടുന്ന് കയറ്റിപ്പോയി അതിനോരോ ഇതൊക്കെ ചേർത്തിട്ടാണ് തിരിഞ്ഞ് കൊക്കോ പൊടിയായിട്ട് തിരിച്ച് വരുന്നത്, ചോക്ലേറ്റ് പൊടിയായിട്ട്. നമ്മുടെ വീട്ടിലുള്ള സാധനം ഒരു മായം ചേർക്കാൻ നമുക്ക് ഉണ്ടാക്കി കഴിക്കാം. ചില മെനക്കെടണമെന്നേ ഉള്ളൂ. മെനക്കെടാനുള്ള മനസ്സൊക്കെ വേണം. എന്നെങ്കിൽ നമുക്ക് നല്ല മായം ചേർക്കാത്ത സാധനം ഉണ്ടാക്കി കഴിക്കാം. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ചാനൽ ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇട്ടത്.
എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. എല്ലായിടത്തും ഉണ്ടല്ലോ കോക്കോ, മിക്ക വീടുകളിലും ഉണ്ട് കോക്കോ. നമ്മുടെ ഗ്രാമപ്രദേശത്തൊക്കെ എല്ലാവരുടെ വീടുകളിലും ഉണ്ട്. അത് ചീര അതുപോലെ തന്നെ കണ്ടോ,